ന്യൂസ് ടൈംസ് തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ വന്ദേ മാതരം അതിന്റെ പൂർണ്ണരൂപം അല്ല പോലീസ് ബാൻഡ് വായിച്ചത്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുമോ എന്നത്. ഇപ്പോഴിതാ വന്ദേ മാതരത്തെ നിയമസഭാ നയപ്രഖ്യാപനത്തിൽ അവഹേളിച്ചു എന്ന് BJP ആരോപിക്കുകയാണ്. BJP MLA ആയിട്ടുള്ള വി മുരളീധരനാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം ആയ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല എന്നാണ് മുരളീധരൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും VD സതീശൻ സർക്കാർ കീഴടങ്ങി എന്നത് വ്യക്തമാവുകയാണ് എന്നുകൂടിയാണ് മുരളീധരൻ ആരോപിക്കുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നേരത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ രൂപം ആലപിച്ചതിനെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയിരുന്നു CPIM അടക്കം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വന്ദേ മാതരം അത് ആലപിച്ചപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കാത്ത തരത്തിൽ തന്നെയാണ് ഇന്ന് ആ ബാൻഡിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്ത് ആരോപണങ്ങളാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്? അഭിലാഷ്, വന്ദേ മാതരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചത് വലിയ വിവാദമായിരുന്നു. പൂർണ്ണമായി ആലപിക്കുകയായിരുന്നു. അന്ന് അത് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. വന്ദേ മാതരം ആലപിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കയറി ഇടപെടാൻ കഴിയുമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അന്ന് വ്യക്തമാക്കിയത്. പക്ഷെ ഇത്തവണ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാമായിരുന്നു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഴുവൻ വന്ദേ മാതരം മുഴുവൻ പക്ഷേ എന്തായാലും കേന്ദ്രമന്ത്രിസഭ ദേശീയ ഗാനവും ദേശീയ ഗീതവും തുല്യം എന്ന നിലയിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ആ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടുള്ള മറുപടി ആയിരുന്നിരിക്കാം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അങ്ങനെയായിരിക്കാം പഴയ വന്ദേ മാതരം, അതായത് കോൺഗ്രസ് അംഗീകരിച്ച അതേ വന്ദേ മാതരം മാത്രം ഇന്ന് നിയമസഭയുടെ സമ്മേളനം ആരംഭിച്ചപ്പോൾ വായിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.